ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പൊടിക്കൈ പറഞ്ഞുതരാം. പലപ്പോഴായിട്ട് പലരും ചോദിക്കാറുണ്ട് പൊടിക്കൈകളെ പറ്റി. നിങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ പൊടിക്കൈകൾ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പൊടിക്കൈ കൊണ്ട് മാത്രം ആ രോഗാവസ്ഥ പലപ്പോഴും ഭേദമാകുന്നില്ല. എന്നാൽ താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നു. ആ താൽക്കാലിക ആശ്വാസം കൊണ്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ രോഗ തീവ്രത കൂടുന്നു, രോഗം പരക്കുന്നു, മറ്റു ഭാഗങ്ങളിലേക്ക് അത് ബാധിക്കുന്നു. എന്നാൽ താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നുണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, അതിന് ശരിയായ ചികിത്സാ രീതി സ്വീകരിക്കുന്നില്ല, വേണ്ടതായ ഭക്ഷണ രീതിയിൽ വേണ്ടതായ മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഓക്കെ, അപ്പൊ രോഗ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പൊടിക്കൈകളുടെ ഒരു വിരോധാഭാസം. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസത്തിന് അടുത്തൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് ഞാൻ ചില പൊടിക്കൈകൾ ഇവിടെ നിർദ്ദേശിക്കാം. അപ്പൊ അതിൽ ആദ്യമായിട്ട് ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചവൽക്കങ്ങൾ, പഞ്ചവൽക്കാതി ചൂർണം, പഞ്ചവൽക്കാതി യമകം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയുർവേദ മരുന്നുകളാണ്. ഇതിൽ ഈ പഞ്ചവൽക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, അതൊന്ന് പറഞ്ഞുതരാം. അതായത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ, കല്ലാൽ, ഈ 5 ആൽമരങ്ങളുടെ തൊലി എടുക്കുന്നതാണ് പഞ്ചവൽക്കങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പഞ്ചവൽക്കങ്ങൾ കൊണ്ടുള്ള ഒരു കഷായം തയ്യാറാക്കി കഴിച്ചാലുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിന്റെ ഉപയോഗം ഒരുപാട് രോഗാവസ്ഥകൾ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് തൈലയോഗങ്ങൾ, ഒരുപാട് കഷായങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ പഞ്ചവൽക്കങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ആൽമരങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട്, പ്രത്യേകിച്ച് അമ്പലപ്പറമ്പുകളിലും ഒക്കെ കാണാം. വളരെയധികം തണൽ നൽകുന്നതാണ്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഓക്സിജൻ നൽകുന്നതാണ്, വായുവിനെ പോലും ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു വിശേഷ വൃക്ഷമായിട്ട് എല്ലാവരും ഇതിനെ വെച്ചുപിടിപ്പിക്കുന്നത്. ഓക്കെ, അത്തി, ഇത്തി, അരയാൽ, പേരാൽ, കല്ലാൽ, ഈ 5 തരത്തിലുള്ള ആൽമരങ്ങളാണ് പഞ്ചവൽക്കങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ തൊലിയാണ് ഔഷധയോഗമായിട്ടുള്ള ഭാഗം. ഈ തൊലി ചെത്തിയെടുത്ത് ആ കഷായം പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള വിഷം ശരീരത്തിൽ എത്തിച്ചേരുന്നതിന്, ശുദ്ധീകരിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പാമ്പുകടിയേറ്റ് ചികിത്സകളൊക്കെ സ്വീകരിച്ചതിന് ശേഷമുള്ളവരാണെങ്കിൽ പോലും ആ വർഷാവർഷം ചിലപ്പോൾ ആ സമയത്ത്, ആ കടിയേറ്റ സമയത്ത് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ കാണിക്കാറുണ്ട് ശരീരത്തിൽ. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന, അവിടെ ചൊറി, ചെരങ്ങ്, അവിടെ നീല നിറത്തിലോ കറുത്ത നിറത്തിലോ കുരുക്കൾ വരിക, ഇത്തരം പല പ്രശ്നങ്ങളും പല രോഗികളും പറയാറുണ്ട്. അത്തരം അവസ്ഥയിൽ പഞ്ചവൽക്കങ്ങൾ അതിന്റെ തൊലി എത്തിയെടുത്ത് കഷായം വെക്കുക. ആ കഷായം പതിവായിട്ട് കുടിക്കുന്നത് ആ രക്തശുദ്ധി വരുത്തുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. ഇതേ കഷായം തന്നെ ആ കടിവായിലും കടിയേറ്റ ഭാഗത്ത് ആ വ്രണങ്ങൾ കഴുകുന്നതിന്, അവിടെ ധാര കോരുന്നതിന് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ആ വിഷാംശം ഇല്ലാതാക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടനവധി ത്വക്ക് രോഗങ്ങൾ, ചർമ്മരോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രോഗാവസ്ഥകളിൽ ഈ പഞ്ചവൽക്കം പല രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട്. ഞാൻ ഡോക്ടർ സേവ്യർ. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.